രാവിലെ തിരക്ക് പിടിച്ച് വായിന്നേ. ഞാൻ ഇന്നലെ ഏകാശി നോമ്പെടുത്തിന്. എന്നിട്ട് ഗുരുവായൂർ കൃഷ്ണനൊന്നും പോയിട്ട് തോകാൻ കഴിയില്ല. നമ്മളെ അടുത്തുള്ള കൃഷ്ണനെ പോയിട്ട് തോന്നിട്ട് വരാന്ന് വെച്ചിട്ട് രാവിലെ പോയി തോത് വന്ന് എന്നിട്ട് കുളിയും ജവെല്ലാം കഴിഞ്ഞു. ഭക്ഷണം എല്ലാം ഒരു നേരല്ലേ കഴിക്കൂലോ, അത് അന്നാഹാരം കഴിക്കൂലല്ലോ. ശാമേരിയല്ലേ? ഇപ്പൊ ശാമേരി കിട്ടാനുണ്ടായിരുന്നെങ്കിലോ കണ്ണൂരെല്ലാം ഉണ്ട് പോലും എടിയോ ഉണ്ട് പത്താസോ ചേമ്പോ കപ്പയോ അതും കഴിക്കാല. അത് കഴിക്കാം. ഞാൻ ഇന്നലെ കടലക്ക പൊങ്ങിക്കോയിനി, എന്നിട്ട് കഴിച്ചു. ഉച്ചക്ക് കട്ടൻ ചായയും കടലയും പൊങ്ങിച്ചു. രാത്രിക്കും അതുപോലെ 2 മണി എടുത്തിട്ട് പഴവും തിന്നു. പിന്നെ എന്നാണ് എപ്പോ ഞാൻ എല്ലാം എടുക്കുന്നതാണ്. തിരക്കിട്ട് വായിനായിട്ട് ഞാൻ ആശുപത്രിയിൽ അങ്ങനെ വിളിക്കണ്ടെന്ന് വെച്ചിട്ട് വൈ വിളിക്കണ്ടാണ്. ഞാൻ എല്ലാ കൊല്ലവും എടുക്കലുണ്ട്. ഏകാശി എടുക്കലുണ്ട്, ശനിയാഴ്ച ഒരിക്കലും എടുക്കലുണ്ട്. പണ്ടെല്ലാം തിങ്കളാഴ്ച ഒരിക്കലും എടുക്കലുണ്ട്. ഇപ്പൊ അതൊന്നും എടുക്കില്ല. നമ്മുടെ അമ്മയുള്ളവരെല്ലാം എടുക്കലുണ്ട്. ശിവരാത്രി ഏകാദശി എല്ലാം എടുക്കലുണ്ട്. ഇപ്പൊ ആരാ എടുക്കുന്നത്? ഇപ്പൊ എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കലില്ല, എടുക്കലുമില്ല. ആരും പറയുന്ന കേൾക്കില്ല. ഇന്നത്തെ ഒരു ഭക്ഷണം ഒരു നേരം തിന്നിട്ടില്ല വിചാരിക്കും എനിക്ക് ക്ഷീണാകുന്നുണ്ട്. പണ്ടല്ലേ ശിവരാത്രി ഏകാദശി എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളെ പോലത്തെ പെണ്ണുങ്ങളല്ലേ നീ എടുക്കുന്ന തലേന്ന് എല്ലാരും വന്ന് നീ എടുക്കുന്ന വന്ന് ചോദിക്കൂലേ. എല്ലാരും തീരുമാനിച്ചിട്ടില്ല എടുക്കുക. ഇപ്പൊ ആരാ ചോദിക്കുന്ന, ആരാ പറയുന്ന കാര്യല്ലേ. അന്നൊരു ഇളനീര് കിട്ടൂല. ഇവിടെ മൂലക്കലെ വീട്ടിലാണ് നമ്മളെ പണ്ടേ എല്ലാടി ഉണ്ടെങ്കിൽ ആടെയാണ് ഇളനീര് കൊടുക്കുക. ആടെ പോകും നമ്മൾ. എന്നിട്ട് രാവിലെ പോകും ഒരു ഇളനീരിന് വേണ്ടിയിട്ട്. തരുവേ എല്ലാ കൊല്ലം ശിവരാത്രി നോൻപ് എത്രയാളാ എടുത്തിന് അവർക്കെല്ലാം തരും. എന്നിട്ട് അമ്പലത്തിൽ പോകും വൈകുന്നേരം. എന്തിന് ഈ തെനവെള്ളം കുടിക്കേ, വെള്ളം കലക്കിയത്. അതൊന്നും പാനക വെള്ളം. പക്ഷെ അതാരെങ്കിലും അറിയാം വെള്ളം കലക്കിയ കലക്കിയ വെള്ളം എന്ന് അറിയില്ലല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഏകാദശി നോമ്പ് എടുത്തിട്ട് ശിവരാത്രി നോമ്പ് എടുത്താലും നമ്മളെ അവരെ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് മുറിക്കുക. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെ അമൃതം അത് കുടിച്ചിട്ടാണ് നമ്മൾ ഇത് കുടിക്കേണ്ടത്. അതാരെങ്കിലും ഇതുവേ വെള്ളം കുടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനെല്ലാം ചെറുപ്പത്തിലെല്ലാം ഉണ്ടല്ലോ കുളത്തുനിന്ന് കുളിക്കാൻ പോയിട്ട് വെള്ളം കുടിച്ച ദിവസമുണ്ട്. അങ്ങ് എടുത്ത് കുടിക്കും, ആരും കാണില്ല. അങ്ങുമെല്ലാം നോക്കും, അപ്പാട് വെള്ളം എടുത്ത് കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകും. അന്നേരം അങ്ങനെ തന്നെയല്ലേ ഇന്നുണ്ട് ആരെങ്കിലും എടുക്കുന്നു. എന്നിട്ട് ഒരു ദിവസം മനക്കേട്ട് ഇരുന്ന് കഥ പറഞ്ഞിട്ടും കളിച്ചിട്ടും കൊത്തങ്കല്ല് കളിച്ചിട്ടും ഇന്നിപ്പോ എന്ത് ശിവരാത്രി നോമ്പെടുത്താ പിന്നെ നമ്മള് നോമ്പ് കുടിക്കുക. സന്ധ്യ ആകുമ്പോലേ കുളിച്ചിട്ടെല്ലാം വരും. ഇങ്ങനെ ആരെങ്കിലും അപ്പുറം ഇപ്പുറം പോകുന്നവരപ്പുറം പോകും ഉറപ്പൊയ്യേ. എവിടെയെങ്കിലും കുറ്റാട്ടൂർ അമ്പലത്തിലാണ് അന്നേരം നമ്മളെ ഒരു ഇതുള്ളത് ശിവക്ഷേത്രത്തില്. അന്നത്തെ കാലം അങ്ങനെ. ഇന്നിപ്പോ ഒന്നുമില്ല. ശിവരാത്രി ഏകാദശിയപ്പ ആരും അറിയില്ല. ആരും എടുക്കുന്നുണ്ടാ? അറിയില്ലൂ. ഒരാളും എടുക്കുന്നില്ല ഇന്ന്. അങ്ങനെ തന്നെ ഇന്ന് നാന് ഒരു ഗുണവും ഇല്ലാന്താനും. അന്നത്തെ പണ്ടത്തെ പോലെ ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇന്നലെ രോഗവും എല്ലാവർക്കും പല ഇത്. ഇന്നൊരു ഇത് എന്നാ പറയേണ്ടത്. അന്ന് പണ്ടൊന്നും അങ്ങനത്തെ ഒരു ഇതും ഇല്ല. എല്ലാം ഒരു അമ്പലത്തിൽ പോയിട്ടും വന്നിട്ടും ആക്കിയിട്ടും. ഇന്നിപ്പോ ആരും അമ്പലത്തിൽ പോകാൻ സമയമുണ്ടോ നമുക്ക്? അന്നേരം എല്ലാരും അപ്പുറം ഇപ്പുറം ഉള്ളവർ വിളിച്ചു അമ്പലത്തിൽ പോണ്ടേ വാ പോകാനാന്ന് എല്ലാരും വിളിച്ചു കൂട്ടി പോയില്ലേ. ആയിരിക്കും സമയം. എല്ലാരും പണിക്ക് പോകുന്നു, സന്ധ്യാകുമ്പോ വരുന്നു, ഭക്ഷണം ഉണ്ടാക്കൊണ്ട് അമ്പലത്തിൽ പോകണ്ട്. അന്നിപ്പോ ആവൂല. അന്ന് ഒരു നേരെ വെക്കാൻ ഉണ്ടാവുള്ളൂ. അത് പിന്നെ ബാക്കി അങ്ങ് എന്നാ പറയേണ്ടത്. അങ്ങനെയെല്ലാം തന്നെയാണ് അന്നത്തെ പോലെ ഒന്നല്ല. പക്ഷെ അന്നേത്തതാണ് സുഖം ശരിക്കും പറഞ്ഞാല്. അന്ന് കഷ്ടപ്പാടാണെങ്കിലും ഉണ്ടല്ലോ ആ ഒരു സുഖം എല്ലാരും ചിരിച്ചു കളിച്ച് എല്ലാരും ഒപ്പരായിട്ട് നടക്കുന്നത് ഒരു സുഖമാണ്. പിന്നെ ഇന്നുണ്ടാണ് ആരെങ്കിലും ഏകാശി നോമ്പ് എടുക്കുന്നു, ഒരാളും എടുക്കുന്നില്ല. ഇന്ന് അടുത്ത് നമുക്ക് എടുക്കാം കേട്ടാ. ഞാൻ നമുക്ക് അടുത്തേന് എടുക്കാം. ബാക്കി ഉണ്ടെങ്കിൽ. അതെ, ബാക്കി ഉണ്ടെങ്കിൽ എടുക്കാം. അല്ലാണ്ട് പിന്നെ എടുക്കാൻ കഴിയാം. ഇല്ല, എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അടുത്തേന് എടുത്തിട്ട് പിന്നെ എന്താ പറയേണ്ടത്, എന്തെങ്കിലും ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഏകാദശി നോമ്പെല്ലാം എടുക്കണം. നമുക്കൊരു കുണം കിട്ടണ്ടിക്കണം. അതെല്ലാം വേണം. നിങ്ങളെല്ലാവരും ആരെങ്കിലും ഏകാദശി നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണം കേട്ടാ. നമസ്കാരം.